ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ CPM ഇന്ന് കടന്നുപോകുന്നത്. 2026 മെയ് മാസത്തിലെ കണക്കുകളും സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങളും പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ 50 വർഷത്തിൽ ഇടയിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തും അധികാരമില്ലാത്ത അവസ്ഥയിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തി നിൽക്കുകയാണ്. പതിറ്റാണ്ടുകളായി ചുവപ്പ് കോട്ടയായി നിലനിന്നിരുന്ന പശ്ചിമ ബംഗാളും ത്രിപുരയും നേരത്തെ തന്നെ കൈവിട്ടു പോയെങ്കിലും ദക്ഷിണേന്ത്യയിലെ അവസാനത്തെ പ്രതീക്ഷയായ കേരളത്തിലും ഭരണത്തുടർച്ച നഷ്ടപ്പെട്ടതോടെ പാർട്ടിയുടെ ദേശീയ അസ്തിത്വം തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. ഇതോടെ സ്വാഭാവികമായും ഉയർന്നു വന്ന ഏറ്റവും വലിയ ആശങ്ക CPMന് തങ്ങളുടെ ദേശീയ പാർട്ടി പദവി നഷ്ടമാകുമോ എന്നതായിരുന്നു. ഒപ്പം കോടിക്കണക്കിന് തൊഴിലാളികളുടെയും കർഷകരുടെയും വൈകാരിക പ്രതീകമായ അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇന്ത്യയൊട്ടാകെ ഉപയോഗിക്കാനുള്ള അവകാശം അവർക്കില്ലാതാകുമോ എന്ന ചർച്ചകളും സജീവമായി. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകരെയും പാർട്ടി പ്രവർത്തകരെയും ഒരേപോലെ ആശ്വസിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. കേരളത്തിലെ വൻ തിരിച്ചടിക്ക് ശേഷവും തൽക്കാലം CPMന് തങ്ങളുടെ ദേശീയ പാർട്ടി പദവിയോ ചിഹ്നമോ നഷ്ടപ്പെടില്ല എന്നതാണ് നിലവിലെ ഏറ്റവും വലിയ ആശ്വാസ വാർത്ത. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് ദേശീയ പദവി ലഭിക്കുന്നതെന്നും അത് നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ കടമ്പകളാണ് കടക്കേണ്ടതെന്നും മനസ്സിലാക്കുമ്പോഴാണ് CPMന്റെ നിലവിലെ അതിജീവനം എത്രത്തോളം സാങ്കേതികമാണെന്നത് വ്യക്തമാവുക. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വ്യവസ്ഥകൾ പ്രകാരം ഒരു പാർട്ടി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ പ്രധാനമായും 3 മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആദ്യത്തെ മാനദണ്ഡം കുറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെങ്കിലും ആ പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായിരിക്കണം എന്നതാണ്. ഇനി രണ്ടാമത്തെ വഴി ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നോ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നിന്നോ ആയി 4 ലോക്സഭാ അംഗങ്ങൾ ഉണ്ടായിരിക്കുകയും അതിനൊപ്പം 4 സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ആകെ പോൾ ചെയ്ത സാധുവായ വോട്ടിൻ്റെ 6% വോട്ടുകൾ നേടുകയും വേണം. ഇനി അതുമല്ലെങ്കിൽ കുറഞ്ഞത് 3 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നിന്നായി ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ 2% സീറ്റുകൾ കരസ്ഥമാക്കണം. ഈ 3 കടുത്ത വ്യവസ്ഥകൾ ഏതെങ്കിലും ഒന്ന് നിലനിർത്തിയാൽ മാത്രമേ ഒരു പാർട്ടിക്ക് ദേശീയ പാർട്ടി എന്ന തങ്ങളുടെ പ്രൗഢി നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ CPMന്റെ നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ അവർ ദേശീയ പദവി നിലനിർത്തുന്നത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വ്യവസ്ഥകളുടെ പിൻബലത്തിലല്ല, മറിച്ച് ആദ്യത്തെ വ്യവസ്ഥയായ 4 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പാർട്ടി പദവി എന്ന ഒറ്റ നൂൽപ്പാലത്തിലൂടെയാണ് എന്ന് കാണാം. 2026 കണക്കുകൾ പ്രകാരം കേരളം, പശ്ചിമ ബംഗാൾ, ത്രിപുര, തമിഴ്നാട് എന്നീ 4 സംസ്ഥാനങ്ങളിൽ CPM ഇപ്പോഴും സംസ്ഥാന പാർട്ടി പദവി നിലനിർത്തുന്നുണ്ട്. കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ഇവിടുത്തെ വോട്ട് വിഹിതവും നിയമസഭാ പ്രാതിനിധ്യവും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും അധികാരത്തിൽ നിന്നും ഏറെ ദൂരത്താണെങ്കിലും പഴയ പ്രതാപത്തിൻ്റെ ബാക്കിപത്രമെന്നോണം സംസ്ഥാന പാർട്ടി പദവി നിലനിർത്താൻ ആവശ്യമായ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായി തമിഴ്നാട്ടിൽ DMKയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നതിനാൽ അവിടെ ലഭിക്കുന്ന MPമാരും MLAമാരും വോട്ട് ശതമാനവും പാർട്ടിയുടെ ദേശീയ പദവിക്ക് വലിയൊരു താങ്ങായി മാറുകയാണ്. ചുരുക്കത്തിൽ സ്വന്തം കോട്ടകളിലെ തകർച്ചകൾക്കിടയിലും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുന്നണി ബന്ധവും ബംഗാളിലെയും ത്രിപുരയിലെയും പഴയകാല സ്വാധീനത്തിൻ്റെ അവശിഷ്ടങ്ങളുമാണ് ഇപ്പോൾ പാർട്ടിയെ അയോഗ്യതയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നത്. ദേശീയ പാർട്ടി പദവി എന്നത് കേവലം ഒരു പേര് മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന വലിയ അവകാശങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും സാക്ഷ്യപത്രമാണ്. ചുരുക്കത്തിൽ സ്വന്തം കോട്ടകളിലെ തകർച്ചകൾക്കിടയിലും അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുന്നണി ബന്ധവും ബംഗാളിലെയും ത്രിപുരയിലെയും പഴയകാല സ്വാധീനത്തിൻ്റെ അവശിഷ്ടങ്ങളുമാണ് ഇപ്പോൾ പാർട്ടിയെ അയോഗ്യതയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നത്. ദേശീയ പാർട്ടി പദവി എന്നത് കേവലം ഒരു പേര് മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ലഭിക്കുന്ന വലിയ അവകാശങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും സാക്ഷ്യപത്രമാണ് എന്ന് നാം തിരിച്ചറിയണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൻ്റെ കാര്യമാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം ഇന്ത്യ മുഴുവൻ CPMന് മാത്രം അവകാശപ്പെട്ടതാണ്. ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെട്ടാൽ ഈ ചിഹ്നം മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രാദേശിക പാർട്ടികൾക്കോ സ്വതന്ത്രർക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച് നൽകിയേക്കാം. ഇത് സൃഷ്ടിക്കുന്ന വൈകാരികവും രാഷ്ട്രീയവുമായ ആഘാതം വളരെ വലുതായിരിക്കും. കൂടാതെ ദേശീയ പാർട്ടികൾക്ക് ഡൽഹിയിൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ ഭൂമി ലഭിക്കുക, തെരഞ്ഞെടുപ്പ് സമയത്ത് ദൂരദർശനിലും ആകാശവാണിയിലും സൗജന്യ പ്രക്ഷേപണ സമയം ലഭിക്കുക, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കേവലം ഒരു നിർദ്ദേശകൻ മാത്രം മതിയാവുക തുടങ്ങി നിരവധി ഭരണഘടനാപരമായ ആനുകൂല്യങ്ങളുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കൂടുതൽ താരപ്രചാരകരെ നിയോഗിക്കാൻ കഴിയുന്നതും വോട്ടർ പട്ടികയുടെ പകർപ്പുകൾ സൗജന്യമായി ലഭിക്കുന്നതും ഈ പദവിയുടെ മാത്രം പ്രത്യേകതകളാണ്. ഇതൊക്കെ നഷ്ടപ്പെടുക എന്നത് ഒരു അഖിലേന്ത്യാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിറകരിഞ്ഞ പക്ഷിയുടെ അവസ്ഥയ്ക്ക് തുല്യമായിരിക്കും. 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും CPMന്റെ ദേശീയ പദവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വ്യാപകമായി ഉയർന്നിരുന്നു. അന്ന് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും നേരിട്ട വൻ തകർച്ച പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയെങ്കിലും കേരളത്തിലെ സാന്നിധ്യവും തമിഴ്നാട്ടിലെ വിജയവും അവരെ തുണച്ചു.
എന്നാൽ 2026 സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഒരു കാലത്ത് ദില്ലിയിൽ കേന്ദ്ര സർക്കാരുകളെ നിയന്ത്രിച്ചിരുന്ന, നിർണായക നയരൂപീകരണങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു പ്രസ്ഥാനം ഇപ്പോൾ തങ്ങളുടെ അടിസ്ഥാന നിലനിൽപ്പിന് വേണ്ടി പോരാടുകയാണ്. പശ്ചിമബംഗാളിൽ ഒരൊറ്റ ജനപ്രതിനിധി മാത്രമുള്ള അവസ്ഥയിലേക്കും ത്രിപുരയിൽ കേവലം പ്രതിപക്ഷ പദവിയിലേക്കും പാർട്ടി ചുരുങ്ങി. കേരളത്തിൽ പരീക്ഷണങ്ങൾക്കൊടുവിൽ ഭരണം കൈവിട്ടു. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. ഭരണമില്ലാത്ത ഒരു അവസ്ഥയിൽ സംഘടനാ സംവിധാനം നിലനിർത്തുക എന്നത് ഇന്ത്യയെപ്പോലെ കോർപ്പറേറ്റ് ഫണ്ടിംഗ് നിർണായകമായ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വലിയ വെല്ലുവിളിയാണ്. പാർലമെന്റിലെ അംഗബലം കുറയുന്നത് ദേശീയ തലത്തിലുള്ള വിലപേശൽ ശേഷിയെ ഇല്ലാതെയാക്കുന്നു. തൽക്കാലത്തേക്ക് ലഭിച്ച ഈ ആശ്വാസം പാർട്ടിയുടെ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആത്മപരിശോധനയ്ക്കുള്ള അവസാന അവസരമാണ്. 4 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന പാർട്ടി പദവി എന്ന നൂൽപ്പാലം ഏതു നിമിഷവും പൊട്ടാവുന്നതേയുള്ളൂ. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ 4 സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും വോട്ട് വിഹിതം കുറയുകയോ MLA-മാരുടെ എണ്ണം ഇടിയുകയോ ചെയ്താൽ പാർട്ടിയുടെ ദേശീയ പദവി റദ്ദാക്കപ്പെടും. അതിനാൽ പുതിയ കാലത്തെ വോട്ടർമാരുടെ ചിന്താഗതികൾ ഉൾക്കൊണ്ട് കേവലം പഴയകാല സിദ്ധാന്തങ്ങളിൽ മാത്രം കടിച്ചു തൂങ്ങാതെ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിക്കാൻ അവർ തയ്യാറാകേണ്ടതുണ്ട്. യുവജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾക്കും സാമ്പത്തിക ക്രമങ്ങൾക്കും അനുസൃതമായി തങ്ങളുടെ നയങ്ങളെ നവീകരിക്കാനും കഴിഞ്ഞാൽ മാത്രമേ ഈ തിരിച്ചടിയിൽ നിന്നും അവർക്ക് കരകയറാൻ സാധിക്കൂ. ചുരുക്കത്തിൽ 2026 പ്രതിസന്ധികൾക്കിടയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തങ്ങളുടെ ദേശീയ പദവിയും അതുപോലെ പ്രിയപ്പെട്ട അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നവും നിലനിർത്തിയിരിക്കുന്നത് സാങ്കേതികമായ ചില കടമ്പകൾ വിജയകരമായി പൂർത്തിയാക്കിയതുകൊണ്ട് മാത്രമാണ്. ഇതൊരു വിജയമല്ല, മറിച്ച് വലിയൊരു വീഴ്ചയ്ക്ക് മുമ്പ് ലഭിച്ച ചെറിയൊരു ഇടവേളയാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഇടത് ബദൽ പൂർണ്ണമായും ഇല്ലാതാകുന്നത് രാജ്യത്തെ തൊഴിലാളികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശ പോരാട്ടങ്ങളെ ദുർബലപ്പെടുത്തും എന്നത് യാഥാർത്ഥ്യമാണ്. അതിനാൽ നഷ്ടപ്പെട്ട ജനവിശ്വാസം വീണ്ടെടുത്ത് തങ്ങളുടെ പ്രസക്തി രാജ്യത്തെ വീണ്ടും ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ് CPM-ന് മുന്നിലുള്ള ഏക പോംവഴി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കടലാസുകളിൽ മാത്രമല്ല, ജനങ്ങളുടെ മനസ്സിൽ കൂടിയാണ് ഒരു പാർട്ടി ദേശീയ പദവി നിലനിർത്തേണ്ടത് എന്ന് കാലം അവരെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് ഒരു പുതിയ അധ്യായം രചിക്കാൻ അവർക്ക് കഴിയുമോ എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വരും നാളുകളിലെ ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.